ഇനി ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. പത്മകുമാർ തേടിയ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും. അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, അടുത്ത ചെസ് നമ്പർ അത് പത്മകുമാറിനേതാണ് എന്നുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. അത് ഉടനുണ്ടാകുമോ? ഉടനുണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം 2 ദിവസം മുമ്പാണ് ബുധനാഴ്ചക്കകത്ത് ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത് പത്മകുമാറിന്. പക്ഷേ പത്മകുമാർ വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാവകാശം തേടുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ. അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷവും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല ഇതുവരെ. ഇന്ന് രാവിലെ വരെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് SIT വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നോട്ടീസ് നൽകി നിശ്ചിത സമയത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ പത്മകുമാർ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് തന്നെ SIT കടക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന തുടർ നീക്കങ്ങൾ എൻ വാസുവിനെതിരെ ഉണ്ടായ അതേ നീക്കങ്ങൾ പത്മകുമാറിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിലുള്ള അന്വേഷണത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെ തന്നെയാണ് ഇത്തരം ഒരു തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണം എത്തുകയാണ്. അതായത് കൃത്യമായി ഈ ഗൂഢാലോചനയുടെ ഭാഗമായവരിൽ എൻ വാസവും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങൾ കസ്റ്റഡിയിലെ അപേക്ഷയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നൽകിയ കസ്റ്റഡി അപേക്ഷയിലടക്കം കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കാനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാകും പത്മകുമാറിന് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുക. ഉടൻ തന്നെ ഈ ചോദ്യം ചെയ്യൽ നടന്നേക്കുമെന്നാണ് വിവരം. ഡാൻ, ഈ 2019 രേഖകൾ, അതിൽ നിന്നാണല്ലോ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇനി ഈ പത്മകുമാർ ഈ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോവുക, SIT എന്തൊക്കെയാണ് പ്രധാനമായും പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുക? അതിൽ ഈ സാമ്പത്തിക നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ രേഖകൾ പരിശോധിക്കാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? അതായത് വാതിൽപ്പാളിയിലെ സ്വർണ്ണമോഷണം ആരുടെയൊക്കെ അറിവോടെയാണ് എന്ന കാര്യം ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ദൌത്യം. ആ കേസിലെ 3ാം പ്രതിയാണ് മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസു. അതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ കൃത്യമായ ഒരു ദിശയിലേക്ക് അന്വേഷണം എത്തുക എന്നൊരു നീക്കത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആദ്യം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 FIRകളിൽ ഒന്നിൽ കൃത്യമായി 2019 ഭരണസമിതി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതായത് ദേവസ്വം വിജിലൻസ് ആദ്യം നടത്തിയ പരിശോധനയിലും 2019 ഭരണസമിതിക്ക് ഈ ഗൂഢാലോചനയിൽ കുറ്റകരമായ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് അന്വേഷണം പ്രത്യേക അന്വേഷണത്തെ ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും SIT SP ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെയും ചോദ്യം ചെയ്യലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി ഏത് തരത്തിലാണ് ഈ കാര്യങ്ങളിൽ ഇടപെട്ടത്, ഗൂഢാലോചന നടത്തിയത്, അതിന് അവർക്ക് ലഭിച്ച പ്രതിഫലം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മൊഴി നിർണായകമാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഒരുപക്ഷെ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്താൻ അല്പസാവകാശം തേടിയത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം പരമാവധി തെളിവുകൾ അടിസ്ഥാനമാക്കി പത്മകുമാറിനെ ചോദ്യം ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാവാം. എന്തായാലും 2 ഇടക്കാല റിപ്പോർട്ടുകൾ ഇതിനോടകം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് SIT. അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയമാവുകയാണ്. അതായത് അടുത്ത ആഴ്ചയോടെ ഈ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. ആ റിപ്പോർട്ടിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ വിലയിരുത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും അപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരിലേക്ക് കൂടി അന്വേഷണം എത്തുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ നിലനിൽക്കുന്നത്.
ഡാൻ, ഒരു കാര്യം കൂടി, ഈ പത്മകുമാർ ഇപ്പോൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാൾ ഉടൻ ഹാജരാകാനുള്ള സാധ്യതയുണ്ടോ? ഇനി മറ്റൊന്ന്, ഹാജരായാൽ അവിടെ അറസ്റ്റിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായാൽ അവിടെ എൻ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്യാനായിരിക്കുമല്ലോ ശ്രമം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരുകൾ, കൂടുതൽ ആളുകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു പ്രതിസന്ധി കൂടി സർക്കാരിനുണ്ടായി. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം കൂടി നമ്മൾ മുൻകൂട്ടി കാണണ്ടേ? ഓക്കെ, ദേവസ്വം ഓഫീസറായിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ കോടതി ഇടപെട്ട് തടഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നാക്കി അതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനം ഉണ്ടാകും. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാർ നിലവിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഉണ്ട് എന്നാണ് രാവിലെ നമുക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ സംശയം ഉടലെടുക്കാനിടയായ സാഹചര്യവും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പത്മകുമാറിന് നോട്ടീസ് നൽകുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആ നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പക്ഷം തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്കാണ് SIT കടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിലേക്ക് അന്വേഷണ സംഘം കൃത്യമായി എത്തിയത്. എൻ വാസുവും അതോടൊപ്പം തന്നെ പത്മകുമാറും ഈ ഗൂഢാലോചനയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ടാണ് പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതേസമയം തന്നെ എൻ വാസുവിന് വേണ്ടി കൂടി കസ്റ്റഡി അപേക്ഷ പത്തനംതിട്ട കോടതിയിൽ SIT നൽകും. അതിനുശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉടൻ തന്നെ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന. റൈറ്റ്. എന്താണെങ്കിലും ശബരിമല കൊള്ള കേസിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. എന്താണെങ്കിലും പത്മകുമാർ ഇന്ന് ഹാജരാകേണ്ടതാണ്. ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നത്. പത്മകുമാർ തേടിയ സമയപരിധി അവസാനിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇനി അടുത്തൊരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കും മുമ്പ് തന്നെ പത്മകുമാറിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT. അന്വേഷണം അത് ഇങ്ങനെ വ്യാപിപ്പിച്ച് നീങ്ങുന്നു. എന്തൊക്കെ വിഷയങ്ങളിൽ SIT പത്മകുമാറിൽ വിവരങ്ങൾ തേടുമെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പത്മകുമാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതുവരെയും അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിട്ടില്ല. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു.